നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഗസ വെടിനിർത്തൽ ചർച്ചകൾ അവസാനിച്ചിട്ടില്ലെന്നും ചർച്ചകളുമായി മുന്നോട്ടു പോകുന്നുവെന്നും ഖത്തറും ഈജിപ്തും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. കൂടുതൽ കൂടിയാലോചനകൾക്കായി ചർച്ചകൾ നിർത്തിവെക്കുന്നത് സ്വാഭാവിക നടപടി മാത്രമാണെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും വർദ്ധിച്ചുവരുന്ന മാനുഷിക ദുരിതങ്ങൾ അവസാനിപ്പിച്ച് സാധാരണക്കാരുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും വെടിനിർത്തൽ ചർച്ചകളുമായി മുന്നോട്ടു പോകുമെന്ന് ഖത്തറും ഈജിപ്തും വ്യക്തമാക്കി. ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനു മുമ്പ് കൂടുതൽ കൂടിയാലോചനകൾക്കായി താൽക്കാലികമായി ചർച്ചകൾ നിർത്തിവെക്കുന്നത് സ്വാഭാവിക നടപടി മാത്രമാണ്. അതേസമയം 3 ആഴ്ച നീണ്ടുനിന്ന സങ്കീർണമായ ചർച്ചകളിൽ ചില പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. ചർച്ചകളുടെ ഗതിയെ സ്വാധീനിക്കാനും സമാധാന ശ്രമങ്ങൾ മന്ദഗതിയിലാക്കാനും ചില മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ കാരണമാകുന്നതായും ഇരു രാജ്യങ്ങളും പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. ഇത്തരം വാർത്തകൾ യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിക്കുന്നില്ലെന്നും ചർച്ചകളുടെ പുരോഗതിയെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തവർ നൽകുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്തരം വാർത്തകളെന്നും ഖത്തറും ഈജിപ്തും കുറ്റപ്പെടുത്തി. ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെ തുരങ്കം വെക്കുന്നതിനു പകരം മാധ്യമ പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വവും ധാർമ്മികതയും പാലിക്കാനും ഗസയിലെ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങൾ തുറന്നുകാട്ടാനും അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് ഇരു രാജ്യങ്ങളും ആഹ്വാനം ചെയ്തു. അമേരിക്കയുമായി ചേർന്ന് ഗസ മുനമ്പിൽ സമഗ്രമായ വെടിനിർത്തൽ കരാറിലെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനുള്ള പ്രതിബദ്ധത ഇരു രാജ്യങ്ങളും ആവർത്തിച്ചു. ഇതിനിടെ കടുത്ത പട്ടിണി കാരണം കുട്ടികൾ കൂട്ടത്തോടെ മരിച്ചു വീഴുകയാണെന്നും ഗസയിലെ കൊടുംപട്ടിണിയും കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും പോഷകാഹാര കുറവ് മൂലമുള്ള മരണങ്ങൾ മനുഷ്യനിർമ്മിതവും ആസൂത്രിതവുമാണെന്നും UN ഏജൻസി കുറ്റപ്പെടുത്തി. കഴിഞ്ഞ 72 മണിക്കൂറിനുള്ളിൽ മാത്രം 21 കുട്ടികളടക്കം 42 പേരാണ് ഇക്കാരണങ്ങളാൽ ഗസയിൽ മരിച്ചത്. യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇതുവരെ 132 പേരാണ് പോഷകാഹാരക്കുറവിനെ തുടർന്ന് മരിച്ചത്. ഇതിൽ 83 പേരും കുട്ടികളാണ്. ഈ നിലയിലാണ് പോകുന്നതെങ്കിൽ ചുരുങ്ങിയത് 1 ലക്ഷം കുഞ്ഞുങ്ങളെങ്കിലും മരണത്തിന് കീഴടങ്ങേണ്ടി വരുമെന്നും ഡോക്ടർമാരെ ഉദ്ധരിച്ചുകൊണ്ട് UN ഏജൻസി ചൂണ്ടിക്കാട്ടി. അൻവർ പാലേരി, 24 ദോഹ. ഗസയിൽ പട്ടിണി മരണങ്ങൾ പെരുകുന്നു. അവശരായ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പ്രതീകമായി മുഹമ്മദ് സക്കറിയ. പട്ടിണി കിടന്ന് എല്ലും തോലുമായ ഈ കുരുന്നിന്റെ ചിത്രത്തിലുണ്ട് ഗസയിലെ ദയനീയാവസ്ഥ. 80-ലധികം കുഞ്ഞുങ്ങൾ ഇതിനോടകം പട്ടിണി കിടന്ന് മരിച്ചു. മുഹമ്മദ് സക്കറിയ എന്ന കുട്ടിയും കുടുംബവും വടക്കൻ ഗസയിൽ നിന്ന് ജീവനും കൊണ്ട് പലായനം ചെയ്തവരാണ്. കുട്ടിയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന അമ്മയുടെ ചിത്രമാണ് ഇപ്പോൾ ലോകത്തിന്റെ ഉള്ളു പൊള്ളിക്കുന്നത്. വാരിയെല്ലുവരെ തെളിഞ്ഞു കാണുന്ന അവന്റെ രൂപം ഹൃദയഭേദകം. നമ്മുടെ കുട്ടികൾ വസ്ത്രങ്ങൾക്ക് പകരം പ്ലാസ്റ്റിക് കവർ കൊണ്ട് മേനി മറയ്ക്കുന്നത് സങ്കല്പിക്കാൻ കഴിയുമോ? എന്നാൽ ഗസയിൽ സ്ഥിതി അങ്ങനെയാണ്. ഗസയിലെ 5-ൽ 1 കുട്ടി പോഷകാഹാരക്കുറവ് മൂലം മരിക്കുന്നതായാണ് കണക്കുകൾ. ഭക്ഷണവും അവശ്യ സാധനങ്ങളുമായി ആയിരക്കണക്കിന് ട്രക്കുകളാണ് ഗസ അതിർത്തിയിൽ കാത്തുകിടക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. എനോക് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എമിറേറ്റ്സ് ഗ്യാസ് ഉമ്മുൽ ഖുവൈൻ ഫ്രീ ട്രേഡ് സോൺ അതോറിറ്റിയുമായി സഹകരണം പ്രഖ്യാപിച്ചു. ഉമ്മുൽ ഖുവൈൻ തുറമുഖ കസ്റ്റംസ് ഫ്രീ സോൺ കോർപ്പറേഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷെയ്ഖ് മൻസൂർ ബിൻ ഇബ്രാഹിം അൽ മുഅല്ലയുടെയും എനോക് ഗ്രൂപ്പിന്റെ ആക്ടിംഗ് ഗ്രൂപ്പ് CEO ഹുസൈൻ സുൽത്താൻ ലൂത്തയുടെയും സാന്നിധ്യത്തിലായിരുന്നു കരാർ ഒപ്പിട്ടത്. എമിറേറ്റ്സ് ഗ്യാസ് ജനറൽ മാനേജർ നാദിർ അൽ ഫർദാനും ഉമ്മുൽ ഖുവൈൻ ഫ്രീ ട്രേഡ് സോൺ ജനറൽ മാനേജർ ജോൺസൺ M ജോർജും ചേർന്നാണ് കരാറിൽ ഒപ്പുവെച്ചു. UAEയിലെ ഏറ്റവും ചെലവ് കുറഞ്ഞതും കാര്യക്ഷമവുമായ ഫ്രീ സോണുകളിലൊന്നായ ഉമ്മുൽ ഖുവൈൻ ഫ്രീ സോണിലെ ഉപഭോക്താക്കൾക്ക് സഹകരണം വലിയ തോതിൽ ഗുണം ചെയ്യുമെന്നും വലിയ മുന്നേറ്റമാണിതെന്നും എമിറേറ്റ്സ് ഗ്യാസ് അറിയിച്ചു. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 4 മരണം. കണ്ണൂർ കണ്ണവത്ത് വീടിന് മുകളിൽ മരം വീണ് ഗൃഹനാഥൻ മരിച്ചു. ചൂട്ടാട് അഴിമുഖത്ത് കനത്ത കാറ്റിൽ ഫൈബർ ബോട്ട് മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. ഇടുക്കി ഉടുമ്പൻചോലയിൽ മരമൊടിഞ്ഞ് വീണ് തോട്ടം തൊഴിലാളിയാണ് മരിച്ചത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയും കാറ്റും തുടരാൻ സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ കണ്ണൂർ കണ്ണവത്ത് വീടിന് മുകളിൽ മരം വീണ് ഗൃഹനാഥൻ മരിച്ചു. പെരുവ സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. കണ്ണൂർ ചൂട്ടാട് അഴിമുഖത്ത് കനത്ത കാറ്റിൽ ഫൈബർ ബോട്ട് മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. തമിഴ്നാട് പുത്തുന്തറ സ്വദേശി ആന്റണിയാണ് മരിച്ചത്. ശക്തമായ കാറ്റിൽ ഫൈബർ ബോട്ട് മണൽത്തിട്ടയിൽ ഇടിച്ചു മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റാണ് ആന്റണി മരിച്ചത്. പരുക്കേറ്റ സെൽവ ആന്റണി, ലേല അടിമ എന്നിവർ ചികിത്സയിൽ. ഉടുമ്പൻചോലയിൽ മരമൊടിഞ്ഞു വീണ് തോട്ടം തൊഴിലാളി മരിച്ചു. തമിഴ്നാട് തേനി ഉത്തമപാളയം സ്വദേശി ലീലാവതിയാണ് മരിച്ചത്. തൃശൂർ പീച്ച് ഡാമിന്റെ ഷട്ടറുകൾ നാളെ കൂടുതൽ ഉയർത്തും.
കനത്ത മഴയെ തുടർന്ന് കൊല്ലം ജില്ലയിലെ തെന്മല ഡാം തുറന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയും കാറ്റും തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്നു 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. വടക്കൻ കേരളത്തിൽ പ്രത്യേക ജാഗ്രത തുടരണം. നാളെ മുതൽ അടുത്ത 3 ദിവസം മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴ തുടരാനും സാധ്യതയുണ്ട്. കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. വിവാദ ഫോൺ സംഭാഷണം പുറത്തായതിന് പിന്നാലെ തിരുവനന്തപുരം DCC അധ്യക്ഷൻ പാലോട് രവി രാജിവെച്ചു. KPCC നേതൃത്വം രാജി ചോദിച്ചു വാങ്ങുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് മൂന്നാമതേക്ക് പോകുമെന്നും എടുക്കാച്ചരക്കാകുമെന്നുമായിരുന്നു പാലോട് രവിയുടെ ഫോൺ സംഭാഷണം. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് പാലോട് രവി രാജിവെക്കണമെന്ന തീരുമാനമെടുത്തത്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ കോൺഗ്രസ് നേതാക്കളുമായും ഫോണിൽ സംസാരിച്ചു. സംസ്ഥാന തലത്തിൽ അഭിപ്രായ സമന്വയത്തിലെത്തിയ ശേഷം ഹൈക്കമാൻഡിൽ നിന്ന് അനുമതി വാങ്ങി. പിന്നാലെ പാലോട് രവിയോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. രാജിവെച്ചില്ലെങ്കിൽ സംഘടനാ നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. ഫോൺ സംഭാഷണം പുറത്തുവിട്ട വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി A. ജലീലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. പാലോട് രവിക്ക് ശ്രദ്ധക്കുറവുണ്ടായെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ അതിൽ വലിയ ദുരുദ്ദേശമില്ലെങ്കിൽ പോലും ശ്രദ്ധക്കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം രാജി സ്വീകരിച്ചു, ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. വിവാദ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ പാലോട് രവിക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിമർശനമുയർന്നിരുന്നു. പ്രവർത്തകരുടെ വികാരം കൂടി മാനിച്ചാണ് തിടുക്കത്തിലുള്ള തീരുമാനമെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. കോൺഗ്രസ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മൂന്നാമതാകുമെന്നും പലയിടങ്ങളിലും BJP രണ്ടാമതെത്തുമെന്നുമായിരുന്നു ഫോൺ സംഭാഷണം. തച്ചുടുത്താലേ നമ്മൾ 3ാം സ്ഥാനത്ത് പോകുള്ളെന്ന്. അവിടെ പഞ്ചായത്ത് ഇലക്ഷനിൽ 3ാമത് പോകും, നിയമസഭയിൽ ഉച്ചുകുത്തി താഴെ. നീ നോക്കിക്കോ, 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. കോൺഗ്രസ് പാർട്ടി 3ാം സ്ഥാനത്ത് ഉച്ചുകുത്തി. തീർച്ചയായിട്ടും കേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരും. പ്രവർത്തകർ തമ്മിലുള്ള ഭിന്നത അവസാനിപ്പിക്കണമെന്ന ഉദ്ദേശമായിരുന്നു സംഭാഷണത്തിന് പിന്നിലെന്ന പാലോട് രവിയുടെ ന്യായീകരണം നേതൃത്വം ചെവിക്കൊണ്ടില്ല. 24 തിരുവനന്തപുരം. കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി. ഹൈക്കോടതി മുൻ ജഡ്ജി CN രാമചന്ദ്രൻ നായർ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് പ്രത്യേക അന്വേഷണം നടത്തുക. തടവുകാരുടെ എണ്ണം കൂടുന്നത് കണക്കിലെടുത്ത് പുതിയ ജയിൽ നിർമ്മിക്കാനും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. അതേസമയം ഗോവിന്ദച്ചാമിയെ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റി. കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട് നിർണായക തീരുമാനങ്ങൾ. വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഹൈക്കോടതി മുൻ ജഡ്ജി CN രാമചന്ദ്രൻ നായർ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് അന്വേഷണം നടത്തുക. നിലവിൽ നടക്കുന്ന അന്വേഷണങ്ങൾക്ക് പുറമെയാണിത്. ജയിലുകളിൽ തടവുകാരുടെ എണ്ണം കൂടുന്നത് കണക്കിലെടുത്ത് സംസ്ഥാനത്ത് പുതിയ ജയിൽ നിർമ്മിക്കാനും യോഗത്തിൽ തീരുമാനമായി. ഇതിനായി കോട്ടയം, പത്തനംതിട്ട മേഖലകളിൽ സ്ഥലം കണ്ടെത്തും. ജയിലുകളിൽ കഴിയുന്ന കൊടും കുറ്റവാളികളെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. ജയിലുകളിൽ ആധുനിക ക്യാമറ സംവിധാനങ്ങൾ പരീക്ഷിക്കാനും തീരുമാനമായി. അതേസമയം കണ്ണൂർ ജയിലിൽ നിന്ന് തടവുചാടിയ സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദച്ചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ ഏകാന്ത സെല്ലിലേക്കാണ് ഗോവിന്ദച്ചാമിയെ മാറ്റിയത്. ഇരുപത്തിനാല് മണിക്കൂറും CCTV നിരീക്ഷണത്തിലാണ് ഗോവിന്ദച്ചാമി കഴിയുക. വാച്ച് ടവറുകളിൽ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. പുറത്ത് 6 മീറ്റർ ഉയരത്തിൽ 700 മീറ്റർ ചുറ്റളവുള്ള മതിലും അതിനു മുകളിൽ 3 മീറ്റർ ഉയരത്തിൽ കമ്പിവേലിയും സ്ഥാപിച്ചാണ് അതീവ സുരക്ഷാ ജയിൽ തിരിച്ചിരിക്കുന്നത്. 536 പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള ജയിലിൽ ഇപ്പോൾ 125 കുറ്റവാളികളാണുള്ളത്. 24 തൃശൂർ. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ CPIM നേതൃത്വത്തിലുള്ള സ്കൂൾ ഭരണസമിതി പിരിച്ചുവിട്ടു. പകരം മാനേജറെ നിയമിക്കുന്നതുവരെ കൊല്ലം DEOയ്ക്കാണ് താൽക്കാലിക ചുമതല. സുരക്ഷ ഒരുക്കുന്നതിൽ സ്കൂൾ മാനേജ്മെന്റിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. കേരള വിദ്യാഭ്യാസ ചട്ടപ്രകാരം എയ്ഡഡ് സ്കൂളിന് സുരക്ഷ ഒരുക്കുന്നതിന്റെ ചുമതല സ്കൂൾ മാനേജ്മെന്റിനാണ്. ഇത് നിർവഹിക്കുന്നതിൽ തേവലക്കര സ്കൂൾ മാനേജ്മെന്റിന് ഗുരുതര വീഴ്ച പറ്റി.
സ്കൂൾ മാനേജർ ആർ തുളസീധരൻ പിള്ളയുടെ വിശദീകരണം തള്ളിക്കൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. സ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ടു, മാനേജറെ അയോഗ്യനാക്കി. കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കാണ് സ്കൂളിന്റെ നിയന്ത്രണം. മാനേജർ അയോഗ്യനാക്കിയിട്ട് ആ മാനേജറുടെ സ്ഥാനത്തേക്ക് DEO ചുമതലപ്പെടുത്തുകയാണ്. സ്കൂൾ സർക്കാരാണ് DEOയുടെ നേതൃത്വത്തിലാണ് അവിടെ ഭരണം നടത്തുന്നത്. അപ്പോൾ അതിന് പ്രത്യക്ഷമായും പരോക്ഷമായും ആരൊക്കെ കാരണക്കാരായിട്ടുണ്ടോ അവരുടെ പേരിൽ കർശന നിലപാടെടുക്കാൻ തന്നെയാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇനിയുള്ള സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലടക്കം തീരുമാനമെടുക്കേണ്ടത് കൊല്ലം DEO ആയിരിക്കും. വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനത്തെ അംഗീകരിക്കുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. ഞങ്ങൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. ഒരു കുട്ടി മരിച്ച സംഭവമാണ്, അതിനെ അത്ര നിസ്സാരമായിട്ട് കാണാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ആ തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യാം. എനിക്ക് ചോദിച്ച വിശദീകരണത്തിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. അതുകൂടെ പരിശോധിച്ചിട്ടാണ് ഈ നടപടി എടുത്തിരിക്കുന്നത്. എനിക്ക് അതിനകത്ത് മറ്റ് വിഷമങ്ങളൊന്നുമില്ല. DEOയ്ക്ക് നൽകിയ ഭരണ ചുമതലയ്ക്ക് കാലപരിധി നിശ്ചയിച്ചിട്ടില്ല. സ്കൂളിന്റെ വികസനം ഉറപ്പാക്കിയ ശേഷം മാത്രമാകും മാനേജ്മെന്റിനെ പുനഃസംഘടിപ്പിച്ചാലും അത് പരിഗണിക്കുക. 24 തിരുവനന്തപുരം. രാജ്യത്തെ എല്ലാ സ്കൂളുകളിലും സുരക്ഷാ പരിശോധന നിർബന്ധമാക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. ഇക്കാര്യം ആവശ്യപ്പെട്ട് സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് കേന്ദ്രം കത്തയച്ചു. ദേശീയ സുരക്ഷാ കോഡും ദുരന്ത നിവാരണ മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ചാകണം സുരക്ഷാ പരിശോധന. സ്കൂളുകളിലെ അഗ്നിരക്ഷാ സംവിധാനങ്ങൾ, എമർജൻസി എക്സിറ്റുകൾ, ഇലക്ട്രിക്കൽ വയറുകൾ എന്നിവയുടെ സമഗ്ര പരിശോധന നടത്തണം. അടിയന്തര ഘട്ടങ്ങളിൽ പാലിക്കേണ്ട നടപടികളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കും സ്കൂൾ ജീവനക്കാർക്കും പരിശീലനവും ഉറപ്പാക്കണം. കൂടാതെ കുട്ടികളിലെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് കൗൺസിലിംഗും ഏർപ്പെടുത്തണം. ഇക്കാര്യങ്ങൾ നിരീക്ഷിക്കാൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേക സംവിധാനം കൊണ്ടുവരുമെന്നും കേന്ദ്രം അറിയിച്ചു. അപകടങ്ങളോ മറ്റ് സമാന സംഭവങ്ങളോ ഉണ്ടായാൽ 24 മണിക്കൂറിനുള്ളിൽ അധികൃതരെ അറിയിക്കണം. വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. രാജസ്ഥാനിലെ ജലാവറിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്ന് 7 കുട്ടികൾ മരിച്ചതിന് പിന്നാലെയാണ് കേന്ദ്ര ഇടപെടൽ. KSEBയിൽ ജീവനക്കാരുടെ ക്ഷാമമെന്ന് വിവരാവകാശ രേഖ. 2025 ജനുവരിയിൽ പുറത്തുവന്ന കണക്ക് പ്രകാരം വിവിധ തസ്തികകളിലായി 10,000-ഓളം ഒഴിവുകളുണ്ട്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്താനുള്ള നടപടിയും എങ്ങും എത്തിയില്ല. KSEBയുടെ അനാസ്ഥ കാരണം വൈദ്യുതി അപകടങ്ങൾ പതിവാകുമ്പോഴാണ് ബോർഡിൽ ജീവനക്കാർ കുറവെന്ന വിവരവും പുറത്തുവരുന്നത്. വിവരാവകാശ പ്രവർത്തകൻ K. ഗോവിന്ദൻ നമ്പൂതിരിക്ക് KSEBയിൽ നിന്ന് ലഭിച്ച മറുപടി പ്രകാരം 9,429 പേരുടെ കുറവാണ് ബോർഡിലുള്ളത്. KSEB ഹ്യൂമൻ റിസോഴ്സ് വിംഗ് ചീഫ് എഞ്ചിനീയർ 2025 ജനുവരി 24-നാണ് ഗോവിന്ദൻ നമ്പൂതിരിക്ക് മറുപടി നൽകിയത്. കഴിഞ്ഞ വർഷം ഡിസംബർ 14 വരെയുള്ള കണക്ക് പ്രകാരം ബോർഡിന് കീഴിൽ 26,513 സ്ഥിരം ജീവനക്കാരുണ്ട്. 36,524 ജീവനക്കാരാണ് ആവശ്യമുള്ളത്. KSEBയിൽ ഏകദേശം 10,000-ഓളം തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നുവെന്നാണ് വിവരാവകാശ മറുപടിയിൽ നിന്നും വ്യക്തമാവുന്നത്. അപ്പം ഇതിന്മേൽ ഈ ഒഴിഞ്ഞു കിടക്കുന്ന തസ്തികകളെ പറ്റി KSEB സംസ്ഥാന സർക്കാരിന് കൃത്യമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഇതിന്മേൽ എന്ത് തുടർ നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് വൈദ്യുതി വകുപ്പും വൈദ്യുതി മന്ത്രിയും വ്യക്തമാക്കണം. ഈ വർഷം വിരമിച്ചതടക്കമുള്ള കണക്കുകൾ കൂടി പരിഗണിച്ചാൽ ഒഴിവുകളുടെ എണ്ണം ഇനിയും കൂടും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജീവനക്കാരെ താൽക്കാലികമായി നിയമിക്കാൻ തീരുമാനിച്ചെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. ജില്ലാതലത്തിൽ ഇലക്ട്രിസിറ്റി വർക്കർ തസ്തികയിൽ 179 ദിവസത്തേക്ക് താൽക്കാലികമായി നിയമിക്കാനുള്ള തീരുമാനമാണ് നടപ്പിലാകാത്തത്. ഗോകുൽ K. വേണുഗോപാൽ, 24, കോഴിക്കോട്. കോഴിക്കോട് മാറാട് യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. നടുവട്ടം സ്വദേശി ഷിംനയാണ് മരിച്ചത്. ഇന്നലെ രാത്രി വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുകയായിരുന്നു. ഷിംന ഭർത്താവിന്റെ കൊടിയ പീഡനത്തിന് ഇരയായിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. ഇന്നലെ രാത്രിയാണ് ഷിംനയെ ഗോദീശ്വരത്തെ ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംശയരോഗം മൂലം ഭർത്താവ് ഷിംനയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. ബന്ധം ഉപേക്ഷിക്കാൻ കുടുംബം തന്നെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഷിംന കൂട്ടാക്കിയില്ല. മർദ്ദിക്കുന്നത് പല അവിടെ ഇല്ലാത്ത ആളാണ്. എന്നാലും വരുമ്പോൾ പറയുന്നത് പണിക്ക് പോകുമ്പോഴൊക്കെ ചിലപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഇത് പറയും. പണി സ്ഥലത്ത് പോകുന്നല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള സംശയരോഗമായിട്ടുള്ള ലെവലിൽ അങ്ങനെയൊക്കെ പറയലുണ്ടായിരുന്നല്ലോ. പണി സ്ഥലത്ത് വന്ന് അങ്ങനെ ബുദ്ധിമുട്ടിക്കലുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറയലുണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ വീട്ടിലുള്ള സാമ്പത്തികം വളരെ പണിക്കൊക്കെ പോകാൻ ഭയങ്കര മടിയുള്ള ആളാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം ഗോദീശ്വരത്ത് സംസ്കരിച്ചു. മരണത്തിൽ ഭർത്താവിന്റെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം നൽകിയ പരാതിയിൽ മാറാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. 24 കോഴിക്കോട്.
സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് പ്രതിപക്ഷം. അബദ്ധ പഞ്ചാംഗം പോലുള്ള വോട്ടർ പട്ടികയുമായി എങ്ങനെ നീതിപൂർവമായി തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചോദിച്ചു. പട്ടികയിലെ തെറ്റ് തിരുത്താനുള്ള സമയം 30 ദിവസമായി ദീർഘിപ്പിച്ചില്ലെങ്കിൽ നിയമ നടപടിയിലേക്ക് നീങ്ങാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. തദ്ദേശ തിരഞ്ഞെടുപ്പിനായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ കരട് വോട്ടർ പട്ടികയെക്കുറിച്ച് വലിയ ആക്ഷേപങ്ങളാണ് പുറത്തുവരുന്നത്. ഒരേ വീട്ടിലെ താമസക്കാർ 3 വാർഡുകളിലെ വോട്ടർമാരായി മാറി. ഒരു തിരിച്ചറിയൽ കാർഡ് നമ്പറിൽ ഒന്നിലധികം വോട്ടർമാർ. ഇങ്ങനെ കരട് വോട്ടർ പട്ടികയിൽ തെറ്റുകളുടെ ഘോഷയാത്രയാണ്. സ്കെച്ച് പ്രസിദ്ധപ്പെടുത്താത്തതുകൊണ്ട് വാർഡുകളുടെ അതിർത്തി ഏതെന്ന് നിശ്ചയവുമില്ല. എന്നിട്ട് 23-ാം തീയതി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ട് ഈ 7-ാം തീയതി ഓഗസ്റ്റ് 7-ാം തീയതി 15 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം ചേർത്തിരിക്കണം എന്ന് പറയാം. ഇതുപോലത്തെ ഒരു അബദ്ധ പഞ്ചാംഗം പോലുള്ളൊരു വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ട് മനഃപൂർവ്വമായിട്ട് ഈ ക്രമക്കേടുകൾ പരിഹരിക്കപ്പെടാതിരിക്കാനുള്ള മാർഗമാണ് അവർ ആരാഞ്ഞേക്കുന്നത്. വളരെ ഡെലിബറേറ്റ് ആയിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. ഞങ്ങൾ അതിനെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ നിയമപരമായി അതിനെ നേരിടും. വാർഡ് പുനർനിർണയത്തിലും CPIMന്റെ താല്പര്യങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടെന്നാണ് ആക്ഷേപം. തോന്നിയ പോലെയാണ് ചെയ്തിരിക്കുന്നത്. പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് വോട്ട് വേറെ ഡിവിഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ചില ഏരിയ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഒരു ഷേപ്പും ഇല്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുത്തേക്കാണ്. പുഴ അതിർത്തിയാണെങ്കിൽ പുഴയുടെ ഇപ്പുറത്തു നിന്ന് കുറച്ച് വോട്ട്, അപ്പുറത്തു നിന്ന് കുറച്ച് വോട്ട് എടുത്തിരിക്കുക. ഇവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിനെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിന്നിരിക്കുകയാണ്. രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉദ്യോഗസ്ഥരും പ്രവർത്തിച്ചുവെന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം. 24 തിരുവനന്തപുരം. ഡോക്ടർ ശശി തരൂർ MP-ക്ക് വേദിയൊരുക്കി ക്രൈസ്തവ സഭകൾ. കത്തോലിക്ക സഭയുടെ പാലാ രൂപതയും CSI സഭയുമാണ് തരൂരിന് വേദിയൊരുക്കിയത്. എല്ലാവരും ഏതെങ്കിലും സ്ഥാനം നൽകാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഡോക്ടർ ശശി തരൂരെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. കേരളത്തിന്റെ കോസ്മോപൊളിറ്റനാണ് ഡോക്ടർ ശശി തരൂരെന്ന് പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ആരെന്നതിനെ ചൊല്ലിയുള്ള തർക്കം മുറുകുന്നതിനിടയിലാണ് ക്രൈസ്തവ സഭകളുടെ പരിപാടികളിൽ ശശി തരൂർ സജീവ സാന്നിധ്യമാകുന്നത്. പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിലും CSI മധ്യകേരള മഹായിടവക ദിനാഘോഷത്തിലുമാണ് തരൂർ പങ്കെടുത്തത്. 2 പരിപാടികളിലും മതമേലധ്യക്ഷന്മാർ ശശി തരൂരിനെ വാനോളം പുകഴ്ത്തി. എല്ലാവർക്കും പ്രിയങ്കരനായ, എല്ലാവരും ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പ്രതീക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശ്രീ ശശി തരൂർ സഭാ നേതൃത്വത്തിന് പരിപാടികളിൽ ക്ഷണിച്ചതിന് നന്ദി പറയാൻ ശശി തരൂർ മറന്നില്ല. മതങ്ങളുടെ സ്വീകാര്യത രാഷ്ട്രീയ നേതാക്കൾ കാണാതെ പോകരുതെന്ന് ഡോക്ടർ ശശി തരൂർ. ഒരു മതത്തിന്റെ റോൾ ഒരു സാമ്യത്തിൽ, ഒരു ജനാധിപത്യത്തിൽ ഇറ്റ് ഈസ് നോട്ട് പവർ. നേതാക്കളുടെ രൂപത തന്നെയാണ്, സമ്മതിച്ചു. പക്ഷേ ആ പവർ മാത്രമല്ല, പ്രോഗ്രസും കൂടി മാത്രമല്ല, ഇറ്റ് ഈസ് ഇൻവിസിബിൾ ആർക്കിടെക്ചർ ഓഫ് വാല്യൂസ്. മൂല്യങ്ങളുടെ ഒരു വാസ്തുവിദ്യയാണ് നമ്മൾക്ക് വേണ്ടത്. അതിൽ എന്താണ് സത്യം, ന്യായം, കരുണ, പ്രത്യാശ, ഇതൊക്കെയാണ് നമ്മൾ ഈ കത്തീഡ്രലിൻ്റെ അകത്ത് കാണുന്നതും നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും. KPCC പ്രസിഡന്റ് അടക്കം മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും ഈ പരിപാടിയിലേക്ക് സഭകൾ ക്ഷണിച്ചിരുന്നു. എന്നാൽ അവരെക്കാൾ കൂടുതൽ പരിഗണന തരൂരിന് ലഭിച്ചു. നേരത്തെ NSSഉം തരൂരിന് പിന്തുണ നൽകാൻ മന്നം ജയന്തി ആഘോഷത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. 24 കോട്ടയം. നിർമ്മാതാക്കളുടെ സംഘടന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനൊരുങ്ങി സാന്ദ്ര തോമസ്. പ്രതിഷേധ സൂചകമായി പർദ്ദ ധരിച്ചാണ് സാന്ദ്ര തോമസ് നാമനിർദ്ദേശ പത്രിക നൽകാനെത്തിയത്. സംഘടന കൈയടക്കിയ കുത്തകകളുടെ മാറ്റത്തിനായാണ് തന്റെ മത്സരമെന്ന് സാന്ദ്ര തോമസ് പറഞ്ഞു. സ്ത്രീത്വത്തെ അപമാനിച്ചെന്നാരോപിച്ച പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നിലവിലെ ഭരണസമിതിയിലെ ചിലർക്കെതിരായ നിയമ നടപടിക്ക് പിന്നാലെയാണ് സാന്ദ്ര തോമസ് സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരത്തിനൊരുങ്ങുന്നത്. പർദ്ദയണിഞ്ഞാണ് സാന്ദ്ര പത്രിക നൽകാനെത്തിയത്. നിർമ്മാതാക്കളുടെ തുറിച്ചുനോട്ടം ഒഴിവാക്കാനാണ് പർദ്ദ ധരിച്ചതെന്ന് സാന്ദ്ര പറഞ്ഞു. എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഞാനിത് ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ അസോസിയേഷനിൽ ഇപ്പോഴത്തെ ഭാരവാഹികളിരിക്കുന്ന ഈ അസോസിയേഷനിൽ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രം ഇത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംഘടനയ്ക്കുള്ളിൽ ഒരു കുത്തകയുണ്ടെന്നും അതിനെതിരെയാണ് തന്റെ മത്സരമെന്നും സാന്ദ്ര പറയുന്നു. പതിറ്റാണ്ടുകളായിട്ട് ഈ പറയുന്ന കുറച്ച് പേരുടെ, ഒരു 10-15 പേരുടെ കുത്തകയാക്കി വെച്ചിരിക്കുന്ന ഒരു അസോസിയേഷനാണിത്. മാറ്റം വരേണ്ടത് അനിവാര്യമാണ്. അത് എല്ലാവർക്കും, ഇത് ഈ നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ള എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണ്. തന്റെ പത്രിക തള്ളാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും അതിന്റെ ഭാഗമായാണ് തനിക്കെതിരായ മാനനഷ്ട കേസെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു. എന്നാൽ നിരവധി നിർമ്മാതാക്കളുടെ പിന്തുണ തനിക്കുണ്ട്.
നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ അടക്കമുള്ളവർക്കെതിരെ സാന്ദ്ര തോമസ് ആരോപണമുന്നയിച്ചിരുന്നു. നിർമ്മാണ മേഖല സ്ത്രീവിരുദ്ധമാണെന്നും സംഘടനയിൽ പവർ ഗ്രൂപ്പ് ശക്തമാണെന്നും അടക്കമുള്ള കാര്യങ്ങൾ സാന്ദ്ര തോമസ് ആരോപിക്കുന്നു. 24 കൊച്ചി. മാഞ്ചസ്റ്റർ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്നിംഗ്സ് തോൽവി ഒഴിവാക്കാൻ ഇന്ത്യ പൊരുതുന്നു. 4-ാം ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ 2ാം ഇന്നിംഗ്സിൽ 2 വിക്കറ്റിന് 174 റൺസ് എന്ന നിലയിലാണ്. ഇന്നിംഗ്സ് തോൽവി ഒഴിവാക്കാൻ ടീമിന് 137 റൺസ് കൂടി വേണം. 311 റൺസ് ലീഡ് വഴങ്ങിയ ഇന്ത്യയുടെ മോശം തുടക്കമായിരുന്നു. സ്കോർ ബോർഡിൽ റൺസ് എത്തും മുമ്പേ യശസ്വി ജയ്സ്വാളിനെയും സായ് സുദർശനെയും നഷ്ടമായി. 3ാം വിക്കറ്റിലെ KL രാഹുലിന്റെയും നായകൻ ശുഭ്മാൻ ഗില്ലിന്റെയും പോരാട്ടമാണ് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നത്. 174 റൺസ് കൂട്ടുകെട്ടാണ് 3ാം വിക്കറ്റിൽ ഈ ജോഡി ഇതുവരെ ചേർത്തത്. KL രാഹുൽ 87 റൺസും ഗിൽ 78 റൺസും ഇതുവരെ നേടി. പരമ്പര നഷ്ടമാവാതിരിക്കാൻ ഇന്ത്യക്ക് സമനിലയെങ്കിലും അനിവാര്യമാണ്. വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിലെ കൊനേരു ഹംപി ദിവ്യ ദേശ്മുഖ് ആദ്യ ഗെയിം സമനിലയിൽ. 41 നീക്കങ്ങൾക്കൊടുവിൽ സമനിലയ്ക്ക് കൈകൊടുക്കുകയായിരുന്നു ഇരുവരും. നാളെ നടക്കുന്ന 2ാം ഗെയിമിൽ ജയിക്കുന്നവർക്ക് കിരീടം ലഭിക്കും. 2ാം ഗെയിമും സമനിലയിലാവുകയാണെങ്കിൽ മത്സരം മറ്റന്നാൾ ടൈ ബ്രേക്കറിലേക്ക് നീങ്ങും. തൊഴിലുടമകളുടെയും തൊഴിലാളികളുടെയും രജിസ്ട്രേഷൻ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ SPREE പദ്ധതിയുമായി ESA കോർപ്പറേഷൻ. ഈ വർഷം ഡിസംബർ 31 വരെയാണ് പദ്ധതിയുടെ കാലാവധി. രജിസ്റ്റർ ചെയ്യാത്ത തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും കരാർ താൽക്കാലിക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്കും പരിശോധനകളോ മുൻകാല കുടിശ്ശികകളുടെ പരിഗണനയോ ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാൻ ഒറ്റത്തവണ കൂടി അവസരം നൽകും. തൊഴിലുടമകൾക്ക് ESIC പോർട്ടൽ, ശ്രം സുവിധ, MCA പോർട്ടൽ എന്നിവ വഴി സ്വന്തം യൂണിറ്റുകളെയും ജീവനക്കാരെയും ഡിജിറ്റലായി രജിസ്റ്റർ ചെയ്യാനാവും. തൊഴിലുടമ പ്രഖ്യാപിച്ച തീയതി മുതൽ രജിസ്ട്രേഷൻ സാധുവായി കണക്കാക്കും. വിദേശത്ത് ഗവൺമെന്റ് അംഗീകൃത സർവകലാശാലകളിൽ കുറഞ്ഞ ചെലവിൽ MBBS പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുങ്ങുന്നു. 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷനിലൂടെ വിദ്യാർത്ഥികളെ നേരിട്ട് തെരഞ്ഞെടുക്കുന്നു. മധ്യേഷ്യയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ യൂണിവേഴ്സിറ്റിയായ അൽ ഫറാബി യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ കസാഖിസ്ഥാനിലെയും റഷ്യയിലെയും ഉസ്ബെക്കിസ്ഥാനിലെയും മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ വരും ദിവസങ്ങളിൽ നടക്കും. IELTS ഇല്ലാതെ വിദേശ സർവകലാശാലയിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് അവസരമൊരുക്കുന്നു. 24ന്റെ പുതിയ സംരംഭമായ 24 സ്റ്റഡി അബ്രോഡിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്ക് സുവർണാവസരം ഒരുക്കുന്നത്. നാഷണൽ മെഡിക്കൽ കൗൺസിൽ, WHO, FMGE റെഗുലേഷനുകൾക്കനുസൃതമായ ഉന്നത നിലവാരത്തിലുള്ള MBBS പഠനമാണ് ഉറപ്പാക്കുന്നത്. MBBS അഡ്മിഷനായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ 24 സ്റ്റഡി അബ്രോഡ് ഒരുക്കുന്ന ഈ സ്വർണ്ണാവസരം പാഴാക്കരുത്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ കാര്യത്തിന് ഏറ്റവും വലിയ പണച്ചെലവ് ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എന്നാൽ കുറഞ്ഞ ചെലവിലുള്ള കലാശാലകളാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അംഗീകൃത യൂണിവേഴ്സിറ്റികൾ തന്നെയാണ്. അവിടെയുള്ള ചെലവുകൾ, അതായത് ഫ്ലൈറ്റ് ടിക്കറ്റും നിങ്ങളുടെ താമസ സൗകര്യവും മറ്റുള്ള എല്ലാ ചെലവുകളുടെയും 85% ലോൺ തരാനായി കാനറ ബാങ്കും നിങ്ങൾക്ക് അവസരം ഒരുക്കും. നിങ്ങൾ ഈ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്ന സ്ഥലത്ത് തന്നെ കാനറ ബാങ്കിന്റെ പ്രതികൾ ഉണ്ടാകും. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്കാണ് ഇപ്പോൾ സ്പോട്ട് അഡ്മിഷൻ. ജൂലൈ 29 തിരുവനന്തപുരം ഹോട്ടൽ ഹയത്ത് റീജൻസിയിലും, ജൂലൈ 31 എറണാകുളം ഹോട്ടൽ റാഡിസൺ ബ്ലൂവിലും, ഓഗസ്റ്റ് 2 കോഴിക്കോട് ഹോട്ടൽ ഗോകുലം ഗ്രാൻഡിലുമാണ് സ്പോട്ട് അഡ്മിഷൻ. രാവിലെ 10:30 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവേശന സമയം. വിശദ വിവരങ്ങൾക്ക് 9001900156 അല്ലെങ്കിൽ 8008000120 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ന്യൂസ് ഡെസ്ക് 24. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.